ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദൈവമേ, ഞാൻ എന്തൊരു മണ്ടത്തര കാണിച്ചേ. ഇനി ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഈശ്വര, ഇനി അച്ഛനായിരിക്കോ? എല്ലാം തീർന്നു. റോഹന്റെ കാര്യത്തില് രാധമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നടന്നേനെ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വേണ്ട, എല്ലാ കാര്യങ്ങളും റോഹനോട് തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. ഫോൺ ചെയ്ത് സംസാരിച്ച റോഹൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയം മാറ്റും. അതുകൊണ്ട് റോഹൻ ഒരു മെസ്സേജ് അയക്കാം. റോഹൻ, എനിക്ക് റോഹനോട് ഇത് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. റോഹനോട് ഇത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ അയക്കുന്നത്. റോഹൻ ഈ മെസ്സേജ് വായിച്ച് എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റോഹൻ തെറ്റിദ്ധരിക്കരുത്. എന്റെ മനസ്സിൽ മറ്റൊരാളുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്കൊരാളോട് അട്രാക്ഷനോ പ്രണയമോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എന്റെ വീട്ടിൽ സപ്പോർട്ട് ചെയ്ത അച്ഛന്റെ PA രാജുവിനോട് എനിക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ടായി. ആ അടുപ്പം പതിയെ പ്രണയമായിട്ട് മാറി. ദീപകുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ രാജുവിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു രാജുവിന്റെ ഭാര്യയായി രാജുവിന്റെ വീട്ടിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു. അത് ദീപകിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പോംവഴി മാത്രമായിരുന്നില്ല. രാജുവിനെ എനിക്ക് ശരിക്കും ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനന്ന് അങ്ങനെ ചെയ്തത്. ഒരാണിനോട് പ്രണയമില്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാ അവന്റെ ഒപ്പം ജീവിക്കാനായി എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോവാൻ തയ്യാറാവുക എന്ന് റോഹൻ എന്ന് ആലോചിച്ച് നോക്ക്. രാജുവിനെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. റോഹൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. റോഹന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പോലെ റോഹന്റെ കോൺസെപ്റ്റിലുള്ള, റോഹന്റെ സ്വപ്നങ്ങൾക്ക് സാദൃശ്യമുള്ള സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയെ റോഹന് ലഭിക്കും. റോഹൻ എന്നോട് ക്ഷമിക്കണം. എന്റെ മാനസികാവസ്ഥ റോഹന് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോഹനെ ഞാൻ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി റോഹൻ. ഐ ലവ് രാജു. മോളെ, എന്തായി കാര്യങ്ങള്? മോള് രാധമ്മയോടും പ്രിയോടും സംസാരിച്ചോ? അത് ചെറിയമേ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? അതെ ചെറിയമേ, ഞാൻ രാജുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ രമ്യയും രമ്യയുടെ അച്ഛനും ഉണ്ടായിരുന്നു. എന്നിട്ട് രമ്യയുമായുള്ള രാജുവിന്റെ വിവാഹക്കാരിയാണോ അവര് സംസാരിച്ചത്? വിവാഹക്കാരി സംസാരിച്ചതിലല്ല എനിക്ക് വിഷമമായത്. മോൾക്ക് താല്പര്യമില്ലാത്ത വിവാഹത്തിന് മോളുടെ അച്ഛൻ മോളെ നിർബന്ധിക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടം എന്താണെന്ന് മോളുടെ അച്ഛനോട് മോള് തുറന്നു പറയണം. അല്ലാതെ ഒരു പാവപ്പെട്ട പയ്യന്റെ ജീവിതത്തിൽ കയറി മോളിങ്ങനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. രമ്യയുടെ അച്ഛനും അവസരം മുതലാക്കുകയാണല്ലോ മോളെ. എന്നാലും അവർക്ക് എന്റെ മനസ്സറിയില്ല ചെറിയമ്മ. അവിടെ നടന്നത് ഓർക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. എങ്കിലും മോൾ ഒരു കാര്യം ചെയ്യും. രോഹനെ വിളിച്ച ഫോൺ എനിക്കിതാ, ഞാൻ രോഹനോട് സംസാരിക്കാം. വേണ്ട ചെറിയമ്മ, രോഹനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോള് രോഹനെ വിളിച്ച് സംസാരിച്ചോ? ഇല്ല, ഞാൻ വിളിച്ച് സംസാരിച്ചില്ല. എല്ലാ കാര്യങ്ങളും മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജോ? അതെ ചെറിയമ്മ. മോളിങ്ങനെ മെസ്സേജ് അയക്കുകയും ചെയ്തു. ഈ മെസ്സേജ് എങ്ങാനും രോഹൻ പ്രതാപേട്ടനെ കാണിച്ചാലോ? അത് പ്രശ്നമാവില്ലേ? അയ്യോ, ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ റോഹനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ വഴിയില്ലാതെ വന്നപ്പോഴാണ് എനിക്ക് മെസ്സേജ് അയക്കേണ്ടി വന്ന. മോളെ, ഞാൻ പറഞ്ഞ പോലെ പ്രതാപേട്ടനെ ഞാനിത് കണ്ടാല്
ഇത് വലിയ പ്രശ്നമാവില്ലേ? ചെറിയമ്മ, അല്ല, പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പ്രതാപേട്ടനും ശേഖരേട്ടനും CM ആയിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് ചേച്ചിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അവര് നേരെ ചേച്ചിയും കൊണ്ടാ ഇങ്ങോട്ട് വരുന്നത്. അയ്യോ, വേണോട്ടാ, അല്ല, ഋതിക മോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ നടന്ന സംഭവങ്ങൾ കണ്ട് പാവം ആ കുട്ടിക്ക് വിഷമമായി കാണുമല്ലേ? പിന്നെ വിഷമില്ലാതിരിക്കുക. കാണാൻ സന്തോഷമില്ലാത്ത കാര്യങ്ങൾ കണ്ട ആർക്കാടി വിഷമമില്ലാത്തത്? നമ്മൾ ആ സമയത്ത് നേരത്തെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. ആ, ജീവിതം വിധിക്കനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ എന്റെ മനസ്സിനാകെ വല്ലാത്തൊരു അസ്വസ്ഥത. പാവം, എന്നെ ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മയില്ലാതെ വളർന്ന മോളല്ലേ. അപ്പൊ അങ്ങനെയൊരു സ്നേഹ കൂടുതൽ എന്നോട് ആ കുട്ടിക്കുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ആ സ്ഥാനത്ത് രമ്യ നിൽക്കുമ്പോ പാവം അതിന്റെ മനസ്സ് നൊന്നിട്ടുണ്ടാവും. നിനക്ക് അത്ര വിഷമമാണെങ്കിൽ നീ ആ ഫോണെടുത്ത് മാഡത്തെ വിളിച്ച് സംസാരിക്കുമ്പോ അറിയാലോ മാഡത്തിന് വിഷമായോ ഇല്ലെന്ന്. അത് വേണോ വേണോട്ടാ, എനിക്ക് ആ കുട്ടിയെ വിളിക്കാൻ മനസ്സിനൊരു ധൈര്യമില്ല. അങ്ങനെ ചിന്തിക്കണ്ടടി. നിനക്ക് ഋതിക മാഡത്തോട് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ ഫോണെടുത്ത് സംസാരിക്കേ. എന്താ നിനക്ക് പറയേണ്ടതെന്ന് വെച്ചാ പറയും. ഇവിടെ പരസ്പരം തുറന്നു പറയാതെയും പിന്നീടാകട്ടെ എന്ന് നമ്മുടെ മകൻ വിചാരിച്ചുകൊണ്ടാ മാഡം ഇത്രയും വിഷമിക്കുന്നത്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മാഡത്തോട് സംസാരിക്കും. ഫോണെടുത്ത് വിളിക്കേ. ശരി വേണോട്ടാ. ദൈവമേ, അച്ഛൻ CM ആയിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് അമ്മയെ കാണാൻ പോയിരിക്കുക. രോഹന് ഞാൻ അയച്ച മെസ്സേജും രോഹൻ അച്ഛനെ വല്ലതും കാണിക്കോ? ദൈവമേ, ഞാൻ എന്തൊരു മണ്ടത്തര കാണിച്ചേ. ഇനി ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഈശ്വര, ഇനി അച്ഛനായിരിക്കോ? എല്ലാം തീർന്നു.